ഇനിയുള്ളത് മീനക്കൂറാണ്. പൊരുരുട്ടാതി കാലും അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്ന നക്ഷത്രങ്ങളാണ് മീനക്കൂറ്. 5-ാം ഭാവത്തിലാണ് വ്യാഴ ശുക്രന്മാരും വ്യാഴവും ബുധനും അതുപോലെ സൂര്യനും സംയോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്. അവിടെ ആസൂത്രണം, അതുപോലെ പഠനം, ഗവേഷണം മുതലായിട്ടുള്ള കാര്യങ്ങൾ, സൃഷ്ടിപരമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾക്കും ഒക്കെയും ഈ കാലഘട്ടം വളരെ അനുകൂലം തന്നെയാണ്. ഐ ടി സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്കും അനുകൂലം തന്നെയാണ്. 4-ൽ ആണ് ചൊവ്വ. അത് സൂചിപ്പിക്കുന്നത് ചില വീട് മാറ്റം, അല്ലെന്നുണ്ടെങ്കിൽ രേഖകളിൽ വിശേഷമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടുവരത്തക്ക വിധം റീറൈറ്റ് ചെയ്യേണ്ടി വരിക, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ആരോഗ്യം പൊതുവേ മികച്ചതാണ്. എന്നാൽ അമിതമായിട്ടുള്ള ജോലിഭാരം കൊണ്ടുണ്ടാകുന്ന ക്ഷീണം ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് കുടുംബാന്തരീക്ഷം വളരെ സന്തോഷപ്രദമായിരിക്കും, സമാധാനത്തോടുകൂടി നിലനിൽക്കും. മക്കളുടെ പുരോഗമനം വിദ്യാഭ്യാസത്തിലോ മറ്റ് ജോലികളിലോ ഒക്കെയുള്ള മക്കളുടെ നിന്ന് നല്ല ന്യൂസ് ഒക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ഒരു പരിഹാരമായിട്ട് പഞ്ചാക്ഷര മന്ത്ര ജപം നടത്തുന്നത് നല്ലതാണ്. അതുപോലെ 108 പ്രാവശ്യം 108 കുറയാതെ നമഃശിവായ എന്ന മന്ത്രം ജപിക്കുക. അതുപോലെ തന്നെ ഹനുമാൻ ക്ഷേത്രത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ശ്രീരാമക്ഷേത്രത്തിലും ഒക്കെ വഴിപാട് നടത്തുക, അവിടെ ഇരുന്ന് മന്ത്രജപം നടത്തുക. ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകാൻ നല്ലതാണ്.